ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഈ വീഡിയോയിൽ എൻ്റെ സ്റ്റോക്ക് മാർക്കറ്റിലെ ഒരു വർഷത്തിലേറെയുള്ള എക്സ്പീരിയൻസ് ആണ് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഗ്രോ ആപ്പ് വഴിയാണ് ഞാൻ ഷെയർ മാർക്കറ്റിൽ സാധാരണ ഇൻവെസ്റ്റ്മെൻറ്റ്സ് നടത്തുന്നത്. എൻ്റെ ബ്രദർ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കണ്ട് കൗതുകം തോന്നിയാണ് ഞാനും ഇതിലേക്ക് താല്പര്യം കാണിക്കുന്നത്. പണ്ട് മുതൽക്കേ ഷെയർ മാർക്കറ്റിനെ കുറിച്ച് എനിക്കുണ്ടായിരുന്നത് ഒരു തെറ്റായ ധാരണയായിരുന്നു. എൻ്റെ മാത്രമല്ല, ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്യാത്തവരിൽ ഭൂരിഭാഗം പേരുടെയും ധാരണ അതുതന്നെയാണ്. ഷെയർ മാർക്കറ്റിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്താൽ നമ്മുടെ പണം നഷ്ടപ്പെടുമെന്ന് മാത്രമാണ് പലരുടെയും ചിന്താഗതി. എന്നാൽ അവർക്കൊന്നും ഇതിലെന്താണ് നടക്കുന്നതെന്നൊരു ധാരണയില്ലാത്തവരായിരിക്കും. ഒരു വർഷത്തെ എക്സ്പീരിയൻസ് വെച്ച് എനിക്ക് പറയാനാകും, ഒരു എക്സ്ട്രാ ഇൻകം നേടിയെടുക്കാൻ പറ്റിയ വൺ ഓഫ് ദി ബെസ്റ്റ് ഓപ്ഷനാണ് ഷെയർ മാർക്കറ്റ്. ട്രേഡിങ്ങിനെ കുറിച്ചൊന്നും ഞാനധികം നോക്കിയിട്ടില്ല, അതുകൊണ്ട് അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല. പാർട്ട് ടൈമായി ഡെലിവറി ജോബ് ചെയ്യുമ്പോഴാണ് ചേട്ടൻ ഇതിനെക്കുറിച്ച് എന്നോട് പറയുന്നത്. പിന്നീട് കിട്ടുന്ന പണമെല്ലാം ഞാൻ അവനെ ഏൽപ്പിക്കും. ആദ്യമൊക്കെ ചേട്ടൻ പറയുന്ന സ്റ്റോക്കുകളിലായിരുന്നു ഇൻവെസ്റ്റ് ചെയ്തിരുന്നത്. ലോങ് ടൈം ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനൊന്നും ഞങ്ങൾക്കില്ലായിരുന്നു. മാക്സിമം ഒരു 500 അല്ലെങ്കിൽ 1000 എത്തുമ്പോൾ തന്നെ സ്റ്റോക്കൊക്കെ സെല്ല് ചെയ്യുമായിരുന്നു. അങ്ങനെ പതിയെ ഞാനും അതിനെക്കുറിച്ച് കൂടുതലായി മനസ്സിലാക്കുവാൻ തുടങ്ങി. ഈ ഒരു വർഷ കാലയളവിനുള്ളിൽ ഞാൻ ഒരുപാട് സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ചിലതിൽ നിന്ന് ലാഭവും ചിലതിൽ നിന്ന് നഷ്ടവും സംഭവിച്ചിട്ടുണ്ട്. ഏറെക്കുറെ ഒരു 25 സ്റ്റോക്കിൽ ഞാൻ നിക്ഷേപം നടത്തിയിട്ടുണ്ട്. അതിലെനിക്ക് ആദ്യമായി 1000-ൽ കൂടുതൽ പ്രോഫിറ്റ് കിട്ടിയത് സുസ്ലോൺ എനർജി എന്ന സ്റ്റോക്കിൽ നിന്നാണ്. ജയപ്രകാശ് പവർ, റെയിൽ വികാസ് നിഗം, ജ്യോതി ലാബ്, BSE, കൊച്ചിൻ ഷിപ്പ്യാർഡ് എന്നിവയിൽ നിന്നൊക്കെ 2000-ൽ കൂടുതൽ ലാഭം കിട്ടിയിട്ടുണ്ട്. ഒരു സ്റ്റോക്കിൽ നിന്ന് മാത്രമേ 1000-ൽ കൂടുതൽ നഷ്ടം സംഭവിച്ചിട്ടുള്ളൂ. ഒരു മാസം കൂടി ഹോൾഡ് ചെയ്യാൻ പറ്റുമായിരുന്നുവെങ്കിൽ അതും ലാഭത്തിലാക്കുവാൻ സാധിക്കുമായിരുന്നു. എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുകയാണെങ്കിൽ, ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് നല്ല ക്ഷമ വേണം. ചില സമയങ്ങളിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തന്നെ സ്റ്റോക്കുകൾ പ്രോഫിറ്റ് കാണിക്കുകയുള്ളൂ. ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ സ്റ്റോക്ക് നഷ്ടത്തിലായാൽ പെട്ടെന്ന് പാനിക്കായി സെല്ല് ചെയ്യാതെ കുറച്ച് വെയിറ്റ് ചെയ്യാൻ തയ്യാറായാൽ, ബിലീവ് മീ, യു വിൽ ഡെഫിനറ്റ്ലി ഗെറ്റ് പ്രോഫിറ്റ്. ഒരു സ്റ്റോക്ക് വാങ്ങിച്ചപ്പോൾ എനിക്ക് സംഭവിച്ചൊരു ഉദാഹരണം ഞാൻ പറയാം. ജയപ്രകാശ് പവർ എന്ന സ്റ്റോക്കായിരുന്നു അത്. ജയപ്രകാശ് പവർ ഞാൻ ആദ്യമായി വാങ്ങുമ്പോൾ അതിൻ്റെ വില 10 രൂപയായിരുന്നു. അതിൻ്റെ 500 ഷെയർസ് ഞാൻ വാങ്ങി. പിന്നീട് 2 ആഴ്ചക്കുള്ളിൽ അതിൻ്റെ വില 9 രൂപയിലേക്ക് താഴ്ന്നപ്പോൾ വീണ്ടും 500 ഷെയർസ് ഞാൻ വാങ്ങി. ആവറേജ് പ്രൈസ് കുറച്ചു. പിന്നീട് ഒരു മാസത്തിന് ശേഷമാണ് അത് 10 രൂപയിലേക്ക് എത്തിയത്. അപ്പോൾ അത് ഞാൻ വിറ്റു. പിന്നീടാണ് എനിക്ക് പറ്റിയ ഒരു അമളിയെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയത്. എന്താണെന്ന് വെച്ചാൽ, ഒരാഴ്ച കൊണ്ട് അതിൻ്റെ വില 14 രൂപയിലേക്ക് ഉയർന്നു. അപ്പോളായിരുന്നു ഞാൻ സെല്ല് ചെയ്തിരുന്നതെങ്കിൽ എനിക്ക് 4500 രൂപ പ്രോഫിറ്റ് കിട്ടുമായിരുന്നു. എന്നാൽ 10 രൂപയിൽ വിറ്റപ്പോൾ വെറും 500 രൂപ മാത്രമേ കിട്ടിയുള്ളൂ. ഇതുപോലെ വേറെയും ഒരുപാട് സ്റ്റോക്കുകളിൽ ഇങ്ങനെ സംഭവിച്ചിട്ടുണ്ട്. IRFC, ജ്യോതി ലാബ്, അങ്ങനെ ഒരുപാടെണ്ണം. അവയെക്കുറിച്ചൊന്നും ഞാൻ വിവരിക്കുന്നില്ല. എൻ്റെ ഒരുപാട് ഫ്രണ്ട്സിനോട് ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട്. അവർക്കും അതിലൊന്നും ഇൻവെസ്റ്റ് ചെയ്യാൻ കോൺഫിഡൻസ് ഇല്ല. ഈ വീഡിയോ കൊണ്ട് ആർക്കെങ്കിലുമൊക്കെ ഒരു പ്രോത്സാഹനമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. താങ്ക് യു.